ഹായ്. നോമ്പിൻ്റെ സമയത്ത് എങ്ങനെയൊക്കെ എന്തൊക്കെ കഴിക്കാം എന്നുള്ളൊരു ഡൗട്ടുണ്ട്. സോ തിങ് ഈസ് ഒരു മാസിവ് ഡയറ്റ് ചേഞ്ചോ അല്ലെങ്കിൽ ഒരു മാസിവ് റീറുട്ടീൻസോ ഒന്നിൻ്റെ ആവശ്യമില്ല. ബേസിക്കലി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടി നമ്മുടെ എനർജി ലെവൽസിനെ ഇതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ റീഷെഡ്യൂൾ ചെയ്യാം എന്നുള്ള ഒരു പാറ്റേണിൽ പോകാം. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദാറ്റ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഹാവ് ഡേറ്റ്സ്, ലോട്ട് ഓഫ് ഡേറ്റ്സ്. ത്രൂ ഔട്ട് ദ ടൈം ഡേറ്റ്സ് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ബിക്കോസ് ഡേറ്റ്സ് ഇസ് റിച്ച് ഇൻ പൊട്ടാഷ്യം. സോ മസിൽ മാസിനെയും നമുക്ക് നോമ്പെടുക്കുന്ന സമയത്തെല്ലാം നമുക്കൊരു ചെറിയ മസിൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടാകും. സോ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനും കുറച്ച് റീഹൈഡ്രേഷൻ വരുത്താനും എല്ലാം പൊട്ടാഷ്യം ഇസ് ഇലക്ട്രോലൈറ്റ്സ് എന്ന രീതിയിൽ പൊട്ടാഷ്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡേറ്റ്സ് ഇസ് വെരി ഗുഡ്. നോമ്പ് തുറക്കുമ്പോൾ തന്നെ യു ഹാവ് ടു റീഹൈഡ്രേറ്റ്. ഡെഫിനറ്റ്ലി യു ഹാവ് ടു റീഹൈഡ്രേറ്റ്. ബട്ട് ഈ റീഹൈഡ്രേഷൻ ഡോണ്ട് ഗസിൽ ഡൗൺ ഓൺ ദ വാട്ടർ. ഐ മീൻ ഒറ്റയടിക്ക് അത് കുടിച്ച് പോയ വെള്ളം മുഴുവൻ തിരിച്ച് പിടിക്കാമെന്ന് വിചാരിക്കരുത്. 2.5 ലിറ്റേഴ്സ്, ഒരു 2.5 ലിറ്റേഴ്സ് എന്നുള്ള കണക്ക് വെക്കുക. സ്പ്ലിറ്റ് ചെയ്ത് നോമ്പ് തുറക്കുന്ന മുതൽ നോമ്പ് തിരിച്ച് പിടിക്കുന്ന സമയം വരെ പതുക്കെ കുടിച്ച് റീപ്ലനിഷ് ചെയ്തുകൊണ്ടിരിക്കും. അത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ ഫോളോ ചെയ്യാം. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ തന്നെ കൂടുതൽ ഹെവി ഡ്യൂട്ടി ഓയിലി പൊരിയൊക്കെ ഉണ്ടാവും. എല്ലാവരുടെയും ഇഷ്ടമുള്ള സാധനങ്ങളാണ്. കൂടുതൽ പൊരി കഴിക്കാനാണ് എല്ലാവർക്കും. പൊരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാനായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം. ബട്ട് ബിഫോർ യു ഡൂ ദാറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക, കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക. ഇത് ഈ ഓയിലി സാധനങ്ങൾ കഴിക്കുന്നതിലൂടെ വെയിറ്റ് കൂടാനും സാധ്യത, ആവശ്യമില്ലാത്ത ഒരു ഇൻഡൈജഷനും ഇതെല്ലാം വരാനും സാധ്യതയാണ്. സോ റെഡ്യൂസ് ഇറ്റ്. കഴിച്ചോളൂ, പക്ഷേ റെഡ്യൂസ് ചെയ്യുക. കൂടുതൽ സോൾട്ടി ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ കെഫീൻ, ചായ, ഇതൊക്കെ അത്യാവശ്യമാണ്. മിക്കവാറും ഇതിനകത്ത് എല്ലാവർക്കും കഴിക്കണമെന്നുള്ളത്. ബട്ട് റെഡ്യൂസ് ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. റെഡ്യൂസ് ചെയ്യുക. നോമ്പിൻ്റെ സമയത്ത് പ്രീവിയസ്ലി നോമ്പില്ലാത്ത സമയത്ത് കഴിക്കുന്ന പോലത്തെ 3-4 ചായ കുടിക്കാനും നിൽക്കാതെ കുറയ്ക്കുക. കൂടുതൽ റെഗുലർലി ഉള്ള വെള്ളം ഇത് കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക. അങ്ങനെയൊക്കെ അത് റീഹൈഡ്രേറ്റ് ചെയ്ത് ഒരു ബാലൻസ് ചെയ്യാൻ നോക്കുക. എനിവേ നോമ്പിൻ്റെ സമയത്ത് കുറച്ച് മസിൽ മാസ് ബ്രേക്ക് ഡൗൺ ചെയ്യണം, വെയിറ്റ് കുറയണം. അതിനെ അപ്പോൾ തന്നെ തിരിച്ച് പിടിക്കണം എന്നുള്ള വാശിയിൽ കഴിക്കാൻ നിൽക്കരുത്. ഡോണ്ട് ഫീസ്റ്റ്. ആഹാരം വലിച്ചു വാരി കഴിക്കരുത്. ആവശ്യത്തിന് കഴിക്കുക, കുറച്ച് കഴിക്കുക. പക്ഷേ അതിൻ്റെ കഴിക്കുന്നത് സ്ലോലി കഴിക്കുക. ഗിവ് ഇറ്റ് ടൈം ടു ഡൈജസ്റ്റ് എന്ന രീതിയിൽ സ്ലോലി കഴിക്കുക. ഈറ്റ് റീസണബിളി, ഈറ്റ് സ്ലോലി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു റെയിൻബോ പ്ലാറ്റർ. വട്ട് ഐ മീൻ ബൈ റെയിൻബോ പ്ലാറ്റർ ഇസ് പല തരത്തിലുള്ള, പല കളറിലുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മീറ്റ്, റൈസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു റെയിൻബോ ടൈപ്പ് പോലത്തുള്ള പ്ലാറ്റർ കഴിക്കാൻ നോക്കുക. അല്ലാണ്ട് ഒരു ശോക്തി പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു യൂണിഫോം ആയിട്ടുള്ള ചോറ് മാത്രം, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് മാത്രം, പ്രോട്ടീൻ മാത്രം അങ്ങനെ കഴിക്കരുത്. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇതിനകത്ത് കഴിക്കാൻ നോക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ ഡയറ്റ് ഫ്രൂട്ട്സിനും റീഹൈഡ്രേറ്റ് ചെയ്യുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നല്ല വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ നല്ലതാണ്. അതാണ് നല്ലത്. പിന്നെ most of the time when you're going to have something, opt complex carbohydrates, as in ഞാൻ പറഞ്ഞില്ലേ, ഓട്സ്, പരിപ്പ്, ചോറ്, ലൈക്ക് ഹോൾ ഗ്രെയിൻ റൈസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ കൂടുതൽ സ്ലോ ആയിട്ടേ ബ്രേക്ക് ഡൗൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന, ഇപ്പം ഫാസ്റ്റ് ചെയ്യുന്ന സമയത്തെല്ലാം പതുക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യത്തുള്ളൂ. അത്രയും പതുക്കെ എനർജി സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. സോ ആസ് മച്ച് ആസ് പോസിബിൾ നിങ്ങളുടെ എനർജി ലെവൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെ പോയാലും യു വിൽ ഗെറ്റ് ടയർഡ്, ബട്ട് കുറേയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ട്രൈ ഡൂയിങ് ദിസ്. മേ ബി ദിസ് വിൽ വർക്ക്. ഒബ്വിയസ്ലി നോമ്പിൻ്റെ സമയം ക്ഷീണം വരേണ്ടതാണ്, വരികയും ചെയ്യും. കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. താങ്ക് യു.